ചിറ്റപ്പനത് എപ്പോ ഏതിൽ എങ്ങനെ എവിടുന്ന് വന്നു? നാം ഈ അടുക്കളയിൽ നേരിട്ട് അവതരിച്ചതാണ് മകനെ. ഓ, പപ്പനാവന്റെ പാടവരമ്പത്ത് നാം ധ്യാന നിമഗ്നായിരിക്കുമ്പോൾ നമുക്കൊരു വെളിപാടുണ്ടായി. മകനെ ലക്ഷ്മണാനന്ദ, നിന്റെ ചേട്ടൻ രാമന്റെ അടുക്കളയിൽ ഭക്ഷണം മിച്ചമിരിക്കുന്നു. ആഹാര സാധനം വേസ്റ്റ് ചെയ്യാതെ നീ അതിൽ ആമഗ്നാകൂ. പക്ഷെ സന്യാസിമാർക്ക് ഇറച്ചി നിഷിദ്ധമല്ലേ സ്വാമി? ഇറച്ചി നിഷിദ്ധം തന്നെയാണ് മകനെ. പക്ഷെ തറവഴി കേട്ടാ, ചിറ്റപ്പൻ വന്നത് അച്ഛൻ കണ്ടോ? അണ്ണനാനന്ദന് ഈ ലക്ഷ്മണാനന്ദയെ കാണുന്നത് ചതുർത്ഥി കാണുന്നതിന് സമം. അതുകൊണ്ട് നാം വന്ന വിവരം അണ്ണൻ അറിയണ്ട. ഈ ഭക്ഷണം ഫിനിഷ് ചെയ്തിട്ട് അണ്ണൻ ഉണരുന്നതിന് മുമ്പ് നാം ഹരിദ്വാരത്തിലേക്ക് പോകും. ഹരിദ്വാരമല്ല, ഹരിദ്വാർ. അത് ഹിന്ദി. മലയാളത്തിലാകുമ്പോൾ ദ്വാർ ദ്വാരമാകും. എന്തിനാ ചിറ്റപ്പ വായിക്ക് രുചിയായിട്ടുള്ള ആഹാരം പോലും ഇല്ലാതെ ഇങ്ങനെ അറിഞ്ഞു നടക്കുന്നത്? ഈ വേഷമോ കഴിച്ചറിഞ്ഞിട്ട് ചിറ്റപ്പന ഹോട്ടലിൽ വന്ന് നല്ലണ്ട. ഞങ്ങളുടെ ജോലിയിൽ കുറച്ച് കുറയൂലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മകനെ, പക്ഷേ നാം അവിടെ വന്ന് നിന്നാൽ അണ്ണൻ എന്നെ കൊണ്ട് മാവരപ്പിക്കും. ചിറ്റപ്പൻ അറിയോ, ചിറ്റപ്പൻ പോയതിനു ശേഷം മര്യാദയ്ക്ക് ഒരു ദിവസം പോലും മാവരഞ്ഞിട്ടില്ല. ഇപ്പൊ തെറി മുഴുവൻ കേൾക്കണം ഞാനാ. ഒരു ബ്രഹ്മചാരിക്ക് അധ്വാനം വർജ്യമാണ് മക്കളെ. അപ്പൊ കട്ട് തിന്നാനാണ് ഇങ്ങോട്ട് വന്നതല്ലേ? അതെ, നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈയിടെയായിട്ട് ധ്യാനത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല. ഒരു സന്യാസി ഹോട്ടലിൽ നിന്ന് മാംസാഹാരം കഴിക്കുന്നത് സമൂഹം വിലക്കിയിരിക്കുന്നത് കൊണ്ട് ഇത്തിരി ഇറച്ചി കടിച്ചു പറിക്കാൻ ഞാൻ ഈ വഴിയെ കണ്ടുള്ളൂ. ഇന്നിവിടെ ഇറച്ചി ഉണ്ടെന്ന് ചിറ്റപ്പനോട് ആരാ പറഞ്ഞത്? ബോധോദയം ലഭിച്ചവർക്ക് ഇറച്ചിയുടെ ഗന്ധം വേഗം തിരിച്ചറിയാം. നിങ്ങൾ പോയി കിടന്നോളൂ. ഞാൻ ഈ താറാവുമായുള്ള മൽപ്പിടുത്തം കഴിഞ്ഞ് ഇവിടെ എങ്ങാനും ചുരുണ്ടോളാം. മംഗളം ഭവന്തു. ഗുഡ് നൈറ്റ്. പോയി കിടന്നു ഉറങ്ങാ. കുറെ നേരെ കാണാ കൊള്ളാന്ന് പറഞ്ഞ് മനുഷ്യൻ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കൂല.